അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയ രക്ഷിതാക്കളെ, വിദ്യാർത്ഥികൾ, സുന്നി വിദ്യാഭ്യാസ ബോർഡ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിൽ 7ാം ക്ലാസ്സിന് വേണ്ടി നടത്തുന്ന പൊതുപരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറാക്കിയ മസാൽ ഫിഖിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് അവിടെ വായിക്കാൻ പോകുന്നത്. പ്രത്യേകമായി ശ്രദ്ധിക്കാനുള്ളത്, മസാൽ ഫിഖിൽ നിന്നും അഹ്കാമത്ത് ജവീദിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഒരുമിച്ചിട്ടാണ് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളത്. ഇവിടെ മസാൽ ഫിഖിൽ നിന്ന് മാത്രമാണ് വായിക്കുന്നത്. നമുക്കൊന്ന് വായിക്കാം. ഫസ്റ്റ് ആക്ടിവിറ്റി, ശരിയായ കോളത്തിൽ ശരി അടയാളപ്പെടുത്തുക. 1. മേഘത്തിലെ കടും ചുവപ്പ് മാഞ്ഞത് മുതൽ ഫജ്ർ സ്വാദിഖ് ഒളിവാകുന്നത് വരെ. മഗ്രിബ്, സുബ്ഹ്, ഇശാ. ശരി ഉത്തരം ഇശാ. രണ്ടാമത്തത്, കോപം ഉള്ളവന്റെ ചെവിയിൽ സുന്നത്താണ് അദാനും ഇഖാമത്തും. അദാന്, ഇഖാമത്ത്. ഉത്തരം അദാൻ. മൂന്നാമത്തത്, മറ്റു മസ്ജിദുകളിൽ 1,00,000 നിസ്കരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠതയുള്ള മസ്ജിദ്. മസ്ജിദുൽ അഖ്സ, മസ്ജിദുൽ നബവി, മസ്ജിദുൽ ഹറാം. ഉത്തരം മസ്ജിദുൽ ഹറാം. 4. അപകടത്തിൽപ്പെട്ടവനെ രക്ഷിക്കാൻ വേണ്ടി നിസ്കാരം പിന്തിപ്പിക്കൽ. ഹറാമ്, സുന്നത്ത്, വാജിബ്. ഉത്തരം വാജിബ്. 5. മസ്ജിദിലെ പ്രധാന ഇബാദത്ത് നിസ്കാരം, ഇഅ്തികാഫ്, ഖുർആൻ പാരായണം. ഉത്തരം ഏതാണ്? ഇഅ്തികാഫ്. 6. നിസ്കാരം നിർബന്ധമാക്കിയ വർഷം നബുവത്തിന്റെ 10ാം വർഷം, നബുവത്തിന്റെ 17ാം വർഷം, നബുവത്തിന്റെ 27ാം വർഷം. ഉത്തരം നബുവത്തിന്റെ 10ാം വർഷം. സെക്കൻഡ് ആക്ടിവിറ്റി, ചേരുംപിടി ചേർക്കുക. 1. മൂക്ക് നിലത്ത് വെക്കാതിരിക്കാൻ. ലെറ്റർ സി. സുജൂദിൽ കറാഹത്താണ്. 2. ഖിബിലക്ക് മുന്നിടാൻ. ലെറ്റർ ഡി. അദാൻ വിളിക്കുമ്പോൾ സുന്നത്താണ്. 3. മേൽപോട്ട് നോക്കൽ. ലെറ്റർ ബി. നിസ്കാരത്തിൽ കറാഹത്താണ്. 4. സുഗന്ധം പൂശൽ. ലെറ്റർ ഇ. മസ്ജിദിലേക്ക് പോകുമ്പോൾ പാലിക്കേണ്ട അദബ്. 5. വെള്ളം കുടിക്കൽ. ലെറ്റർ എ. നിസ്കാരം ബാത്തിലാവുന്ന കാര്യം. തേർഡ് ആക്ടിവിറ്റി പൂരിപ്പിക്കുക. 1. നിസ്കാരത്തിൽ ശുക്രിന്റെ സുജൂദ് ചെയ്താൽ നിസ്കാരം ബാത്തിലാകും. 2. ഉറക്കം തൂങ്ങുന്ന സമയത്ത് നിസ്കരിക്കൽ കറാഹത്താണ്. 3. ഇസ്രാ മിഅ്റാജിന്റെ രാത്രിയിലാണ് നിസ്കാരം നിർബന്ധമാക്കിയത്. 4. പതിവായി മസ്ജിദിലേക്ക് പോകുന്നവർക്ക് ഈമാനുണ്ടെന്ന് സാക്ഷ്യം വഹിക്കൂ. 5. തിലാവത്തിന്റെ സുജൂദ് പോലെയാണ് ശുക്രിന്റെ സുജൂദും. ഫോർത്ത് ആക്ടിവിറ്റി, ഉത്തരമെഴുതുക. ചോദ്യം 1. സൂര്യൻ അസ്തമിക്കുന്നതോടെ അവസാനിക്കുന്ന നിസ്കാരം ഏത്? അസർ. 2. മുസ്ലിങ്ങളുടെ സാംസ്കാരിക കേന്ദ്രമാണ് അത് ഏത്? മസ്ജിദ്. 3. ഉണരമെന്നുറപ്പില്ലാത്തവൻ നിസ്കാരത്തിന്റെ സമയമായ ശേഷം ഉറങ്ങൽ. ഹറാം. 4. ചോദ്യം, സജദ് തിലാവ നിസ്കാരത്തിൽ ഒരു ഫർളാണുള്ളത്. ഏതാണത്? ഒരു സുജൂദ്. ചോദ്യം 5. സഹ്വിന്റെ സുജൂദ് ചെയ്യണം എപ്പോൾ? സലാം ചൊല്ലുന്നതിന്റെ അല്പം മുമ്പ്. ഫിഫ്ത് ആക്ടിവിറ്റി, ഒറ്റവാചകത്തിൽ ഉത്തരം എഴുതുക. ചോദ്യം 1. റുക്കൂഇലെത്തിയ ശേഷം ഇമാമ് ഫാത്തിഹ ഓതിയോ എന്ന് സംശയിച്ചാൽ എന്തു ചെയ്യണം? ഖിയാമിലേക്ക് തിരിച്ചു വരികയും ഫാത്തിഹ ഓതുകയും വേണം. ചോദ്യം 2. നിസ്കാരത്തിന്റെ സമയമായോ എന്നറിയാൻ വഴിയില്ല, ഗവേഷണം നടത്താനും കഴിയില്ല, എന്തു ചെയ്യണം? വഖത്തിന്റെ പവിത്രതയ്ക്ക് വേണ്ടി നിസ്കരിക്കുകയും പിന്നീട് ഖളാ വീട്ടുകയും വേണം. 3. ചോദ്യം, എന്താണ് ഇഅ്തികാഫ്? ഇഅ്തികാഫിന്റെ നിയ്യത്തോടെ മസ്ജിദിൽ കുറഞ്ഞ സമയമെങ്കിലും ചിലവഴിക്കലാണത്.
ചോദ്യം 4, അല്ലാഹു തആലക്ക് ഏറ്റവും ഇഷ്ടമുള്ള കർമ്മം ഏതാണ്? നിസ്കാരം ആദ്യ സമയത്ത് നിർവഹിക്കലാണ്. ചോദ്യം 5, മസ്ജിദുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ 3 മസ്ജിദ് ഏത്? മസ്ജിദുൽ ഹറാം, മസ്ജിദുൽ നബവി, മസ്ജിദുൽ അഖ്സ. 6th ആക്ടിവിറ്റി, 5 വരിയിൽ കുറയാതെ കുറിപ്പെഴുതുക ഒരു വിഷയത്തിൽ. 1, മസ്ജിദുമായി മുഅ്മിനിന്റെ ബന്ധം, അതല്ലെങ്കിൽ സുജൂദ് സഹ്വി, സഹ്വിന്റെ സുജൂദ്, ഏതെങ്കിലും ഒന്നിനെ കുറിച്ചാണ് എഴുതേണ്ടത്. ഇവിടെ എഴുതുന്നത് മസ്ജിദുമായി മുഅ്മിന്റെ ബന്ധത്തെ കുറിച്ചാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മസ്ജിദിലേക്ക് പതിവായി പോകുന്നവരെ കണ്ടാൽ അവർക്ക് ഈമാനുണ്ട്, നിങ്ങൾ സാക്ഷ്യം വഹിക്കൂ. ഖിയാമത്ത് നാളിൽ അല്ലാഹു തആല ചോദിക്കും, എവിടെ എന്റെ അയൽവാസികൾ? മലക്കുകൾ ചോദിക്കും, റബ്ബേ, എങ്ങനെ നിനക്ക് അയൽവാസി ഉണ്ടാകും? അല്ലാഹു തആല പറയും, എവിടെ മസ്ജിദ് പരിപാലിക്കുന്നവർ? മസ്ജിദുകൾ വൃത്തിയാക്കലും സുഗന്ധം പുകക്കലും മുഅക്കദായ സുന്നത്താണ്. മസ്ജിദിൽ നജസുണ്ടെങ്കിൽ അത് വൃത്തിയാക്കൽ നിർബന്ധമാണ്. അല്ലാഹു നമ്മുടെ മക്കൾക്ക് നല്ല ഓർമ്മശക്തിയും ബുദ്ധിയും ഒക്കെ നൽകാൻ ഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.